Hi dear students, welcome to Board Booster series. Today we will start with a new chapter, Biological Classification. എന്താണ് classification? A simple termil പറഞ്ഞാൽ it's a grouping. അപ്പോൾ biological classification means it is a grouping of living organism. ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട്. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുക? ബേസ്ഡ് ഓൺ സം സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുക. അതുകൂടാതെ വി ക്യാൻ ജസ്റ്റ് ടേക്ക് സം ക്രൈറ്റീരിയ. സോ ഓൾവേസ് ക്ലാസിഫിക്കേഷൻസ് ക്യാൻ ബി ഡൺ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നിട്ടുണ്ട്. സോ ലെറ്റ് us go through that. So before that, let me ask you, who is the father of biology? Yes, it is Aristotle. അപ്പോൾ നമുക്ക് അരിസ്റ്റോട്ടിൽ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ ആദ്യം നോക്കാം. Here you can see Aristotle classify the living organisms into plants and animals. Just like that, he classified plants into trees, shrubs and herbs. It's a simple classification അല്ലേ? എല്ലാ പ്ലാന്റ്സിനെയും ഹെർബ്സ് ആയിട്ടും ഷ്രബ്സ് ആയിട്ടും ട്രീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു. യു നോ വാട്ട് ഇസ് മെൻ ബൈ ഹെർബ്സ്? അതായത് സോഫ്റ്റ് സ്റ്റെംഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. ഷ്രബ്സോ കുറച്ചും കൂടി മീഡിയം ഹൈറ്റ് ആയിട്ടുള്ള വുഡി സ്റ്റെംസ് ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഷ്രബ്സ് എന്ന് പറയുന്നത്. ട്രീസ് യു നോ, വലിയ മരങ്ങളാണ് ട്രീസ്. അപ്പോൾ പ്ലാന്റ്സിനെ എല്ലാം തന്നെ ഹെർബ്സ് ആയിട്ടും ഷ്രബ്സ് ആയിട്ടും ട്രീസ് ആയിട്ടും തരംതിരിച്ചു. നൗ വി നോ ഇത് ഒരു ആൻജിയോസ്പേമിൻ്റെ ക്ലാസിഫിക്കേഷന് മാത്രമാണ് ഇത് പറ്റുള്ളൂ. പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇപ്പോൾ ആൽഗെ, ഫേൺസ്, ബ്രയോഫൈറ്റ്സ് അതുപോലെയുള്ള ചില ലോവർ ഫോംസും വരുന്നുണ്ട്. ഈ ലോവർ ഫോംസിനെയൊക്കെ ഇങ്ങനെ ഷ്രബ്സും ഹെർബ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സോ ഇറ്റ്സ് എ ഡ്രോബാക്ക് ആക്ച്വലി. അതുപോലെ തന്നെ അനിമൽസിനെ അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. ബ്ലഡിന് റെഡ് കളർ ഉള്ള അനിമൽസും റെഡ് കളർ ഇല്ലാത്ത അനിമൽസും. റെഡ് ബ്ലഡ് ഇല്ലാത്ത അനിമൽസ് ഉണ്ടോ? യെസ്. എക്സാമ്പിൾസ് ഇൻസെക്ട്സ്, ജെല്ലി ഫിഷ്. പാറ്റയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കൊക്രോച്ചിൻ്റെ ബ്ലഡിന് റെഡ് കളർ ആണോ? അല്ല. അപ്പോൾ ദ അനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് ആൻഡ് അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്. അങ്ങനെ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ചെയ്തത് പ്ലാന്റ്സിനെ ഹെർബ്സും ഷ്രബ്സും ട്രീസ് ആയിട്ട് തരംതിരിച്ചു. At the same time, animalsനെ animals with red blood and animals without red blood. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. Then next let us look in two kingdom classification which is proposed by Linnaeus. According to Linnaeus, only two kingdoms are there, kingdom Plantae and kingdom Animalia. അപ്പോൾ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നീ രണ്ട് കിങ്ഡംസ് മാത്രമാണ് ഓർഗാനിസത്തിന് തരംതിരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ബട്ട് ഡു യു ഫീൽ ദാറ്റ് ഈസ് ഇറ്റ് സഫിഷ്യൻറ്റ്? ആക്ച്വലി ഇറ്റ് ഈസ് ഇൻഅഡിക്വേറ്റ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ശരിയായ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പരിഗണിക്കാത്തത്? ബിക്കോസ് this system did not distinguish between the eukaryotes and prokaryotes. What is meant by eukaryotes and prokaryotes? എന്താ eukaryotes? അറിയാമോ നിങ്ങൾക്ക്? Eukaryotes are the organisms which possess well-defined nucleus and membrane-bound cell organelles. നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാം. eukaryotes എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു ദയവായിട്ട് നോട്ട് ചെയ്യുക. Eukaryotes are the organisms with വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. എന്താണ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ ദ ലോവർ ക്ലാസ്സസ് യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ന്യൂക്ലിയസ് പോസസ് എ ഡബിൾ മെംബ്രെയിൻ വിച്ച് ഇസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതുപോലെ തന്നെ അതിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ദ സ്പേസ് വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ, അതർവൈസ് സം ഹോൾസ്, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ പോർ. ദെൻ ഇൻസൈഡ് ദിസ് മെംബ്രെയിൻ there will be nucleoplasm. അപ്പോൾ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ്, ക്രോമസോമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. ഇത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? യൂകാരിയോട്സ് എന്ന് വിളിക്കാം. വാട്ട് അബൌട്ട് ഹ്യൂമൻ ബീയിങ്?
നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ സെൽസ് എങ്ങനെയാണ്? യൂകാരിയോട്സ് ആണ്. വാട്ട് അബൌട്ട് ദ നോർമൽ ആൻജിയോസ്പെർമിക് പ്ലാന്റ്? ഒരു റോസ് പ്ലാന്റ് എടുത്തു, അതിന്റെ സെൽ എങ്ങനെയാണ്? യൂകാരിയോട്ട് ആണ്. വാട്ട് അബൌട്ട് അമീബ? അമീബ ഈസ് ഓൾസോ എ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. ബിക്കോസ് യു നോ, നമ്മൾ അമീബ വരയ്ക്കുമ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പിൽ വരച്ചാൽ നമ്മൾ ഓൾവേസ് വി യൂസ് ടു ഡ്രോ വൺ ന്യൂക്ലിയസ് വിച്ച് ഈസ് ഓൾറെഡി കവേർഡ് വിത്ത് മെംബ്രെയിൻ. അതുകൊണ്ട് ഇതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. എന്നാൽ വാട്ട് അബൌട്ട് ബാക്ടീരിയ? ബാക്ടീരിയ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ വരയ്ക്കാറില്ല, ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ വരയ്ക്കാറുള്ളൂ. ദാറ്റ് മീൻസ് ഹിയർ ദ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് just like a bacteria do not have well defined nucleus. Clear ആയോ? അപ്പോൾ prokaryotic organisms are the organisms without well defined nucleus as well as cell organelles. ഇവിടെ ന്യൂക്ലിയസ് മാത്രമല്ല അവർക്കുള്ളത്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. ഏതൊക്കെയാണ് സെൽ ഓർഗനൽസ്? You heard about mitochondria, plastids, Golgi apparatus, lysosome, vacuoles, is it? ഇതൊക്കെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസംസ് വിത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്, while prokaryotes are the organisms without well defined nucleus and മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. ഐ ഹോപ്പ് യു ഗോട്ട്. അപ്പോൾ പ്രൊകാരിയോട്സിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, യൂകാരിയോട്സിന് എക്സാമ്പിൾ ആണ് അമീബ. ഇവിടെ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിങ്ങനെ തരംതിരിച്ചപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ യൂകാരിയോട്സും വരുന്നുണ്ട്, പ്രോകാരിയോട്സും വരുന്നുണ്ട്. ഇൻ ദ സെയിം വേ അനിമൽ കിങ്ഡത്തിലും പ്രോകാരിയോട്സും വരുന്നുണ്ട്, യൂകാരിയോട്സും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹി ഡിഡ് നോട്ട് കൺസിഡർ ദ ക്രൈറ്റീരിയ ഓഫ് cellular organization. Is it eukaryote or prokaryote? Is it unicellular or multicellular? What is the meaning of unicellular? Unicellular means the organisms with one cell. Multicellular means the organisms with many cells. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അമീബ പറഞ്ഞു, ബാക്ടീരിയ പറഞ്ഞു. ഹിയർ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ബോത്ത് ആർ യൂണിസെല്ലുലാർ, ബട്ട് അമീബ ഈസ് യൂകാരിയോട്ടിക്, ബാക്ടീരിയ ഈസ് പ്രോകാരിയോട്ടിക്. രണ്ടും യൂണിസെല്ലുലാർ ആണ്. എന്നാൽ ഒരു ഫംഗസ് എടുത്തു, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടിഷ്യൂ എടുത്തു, അനിമൽ ടിഷ്യൂ എടുത്തു, ആക്ച്വലി ദേ ആർ മൾട്ടി സെല്ലുലാർ. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾ ദീസ് ആർ മൾട്ടി സെല്ലുലാർ. പക്ഷേ ഈ പ്ലാന്റ് കിങ്ഡത്തിലും അനിമൽ കിങ്ഡത്തിലും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. Did you get? So this is one of the drawback of Linnaeus two-kingdom classification. And another point, photosynthetic and non-photosynthetic organism. Photosynthetic means the organisms which can prepare their own food by the process of photosynthesis. അവരെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടത്താത്ത ഫംഗസിനെയും ഏത് ഗ്രൂപ്പിലിട്ടു? പ്ലാന്റയിലിട്ടു. അപ്പോൾ പ്ലാന്റ് ഇൻക്ലൂഡ് ബോത്ത് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ഫംഗസ്. So fungus is heterotrophic, that means they are non-photosynthetic organism. അപ്പോൾ photosynthetic ആയിട്ടുള്ളതും നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇട്ടു. So all these are some of the drawbacks of Linnaeus classification. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അരിസ്റ്റോട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു, ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു. സോ കാൾ ലിനേയസ് യു ഹേർഡ് ബിഫോർ ഓൾസോ. നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ഒത്തിരി കോൺട്രിബ്യൂഷൻ നടത്തിയ സയൻറ്റിസ്റ്റ് ആണ് കാൾ ലിനേയസ്. അദ്ദേഹം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തി. ഇറ്റ് വാസ് ഓക്കെ, ബട്ട് ദർ വേർ സം ഡ്രോബാക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്? ദാറ്റ് ഈസ് 5 kingdom classification which is proposed by R.H. Whittaker. So let us go through that. So here R.H. Whittaker proposed 5 kingdom classification in 1969. In 1969 he proposed 5 kingdom classification. ഈ 5 kingdom classification വരുന്ന ഏതൊക്കെയാണ്? 5 kingdoms ഏതൊക്കെയാണ്? First kingdom Monera. Okay, so the first one is kingdom Monera. Kingdom Monera. Then kingdom Protista. Next kingdom Fungi, next kingdom Plantae, kingdom Animalia. So now you already heard about kingdom Plantae and Animalia, which is already proposed by Linnaeus.
ഇപ്പോൾ പുതിയതായിട്ട് 3 കിങ്ഡമാണ് നിങ്ങൾ കേട്ടത്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ഫംഗൈ. Here, the R.H. Whittaker classify these organisms into 5 kingdoms, okay, based on some criteria. So, what were the main criteria he has selected for the classification? Let us go through that. The first one, what he has selected is the cell structure. എന്താണ് cell structure? Already you have seen cell structure. Prokaryotic organism ഉണ്ട്, eukaryotic organism ഉണ്ട്. At the same time, body organization, is it cellular level or tissue level or organ system level or organism level? That means നമുക്കറിയാം, ഇപ്പോൾ ഒരു ബാക്ടീരിയ ആണെങ്കിൽ അതൊരു സെല്ലുലാർ ലെവലാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ടിഷ്യൂ ലെവൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നതാണ് ടിഷ്യൂസ്. ഓർഗൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ ഓർഗൻ എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാണ് ഈ സെൽസ് പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ, ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഓൾ ദീസ് പോയിന്റ്സ് ഹി ഹാസ് കൺസിഡേർഡ്. നെക്സ്റ്റ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ വി ടോൾ ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ? ഓട്ടോട്രോഫിക് ആണെങ്കിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണോ അതോ കീമോസിന്തറ്റിക് ആണോ? ഹെറ്ററോട്രോഫിക് ആണെങ്കിൽ അത് സാപ്രോഫൈറ്റിക് ആണോ പാരസൈറ്റ് ആണോ? സോ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹി ഹാസ് കൺസിഡേർഡ് ഫോർ ദി ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്രൈറ്റീരിയ ആണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ മേ ബി വെജിറ്റേറ്റീവ്, അസെക്ഷൽ ഓർ സെക്ഷൽ. വെജിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബോഡി പാർട്സിൽ നിന്ന് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ബോഡി പാർട്സിൽ നിന്നാണ് പുതിയ ജനറേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് ഹിയർ ഓൺലി വൺ പാരന്റ് ഇൻക്ലൂഡഡ് ഫോർ ദ റീപ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് ഹിയർ ബോത്ത് പാരന്റ്സ്, ദാറ്റ് മീൻസ് വൺ ഷുഡ് ബി മെയിൽ ആൻഡ് വൺ ഷുഡ് ബി ഫീമെയിൽ. അങ്ങനെ 2 പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് റീപ്രൊഡക്ഷൻ ഉള്ളതെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയുള്ള ചാപ്റ്ററുകളിൽ പഠിക്കും. സോ ജസ്റ്റ് ഐ മെൻഷൻ. സോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് ആണോ അസെക്ഷൽ ആണോ സെക്ഷൽ ആണോ, അതിൽ തന്നെ ഏത് ടൈപ്പാണ്, ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. എത്രയൊക്കെ കിങ്ഡംസ് ഉണ്ടായിരുന്നു? 5 കിങ്ഡംസ്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ആൻഡ് ഹി ഹാസ് കൺസിഡർ വൺ മോർ point, that is phylogenetic relationships. What is the meaning of phylogenetic? Phylogenetic means evolutionary relationships. Already you heard about the word evolution. Always the higher forms are evolved from the lower forms. അപ്പോൾ ലോവർ ഫോംസിൽ നിന്ന് ഇവോൾവ് ചെയ്താണ് ഹയർ ഫോംസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ there will be some similarities among them. അതായത് അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്തുണ്ടായിട്ടുള്ള ഡിഫറെൻറ്റ് സ്പീഷീസുകളാണെങ്കിൽ ദർ വിൽ ബി സം സിമിലാരിറ്റീസ്, ദർ വിൽ ബി സം ഡിസിമിലാരിറ്റീസ്. സോ ഹി കൺസിഡേർഡ് ദാറ്റ് പോയിന്റ് ഓൾസോ ഫോർ ദി classification. So what are the main criteria? Cell structure, body organization, mode of nutrition, reproduction and phylogenetic relationships. And let us see that now how he has classified this, and according to this criteria what all things he has considered. Here this is the table which is given in our NCERT. So here the characters are given in one side and 5 kingdoms are given. So you can just see what is the cell type of kingdom Monera. Kingdom Monera means prokaryotic organisms, and you just go through the another kingdom, Protista, Fungi, Plantae, Animalia, all are eukaryotic. That means there is only one kingdom with prokaryotic organism, that is kingdom Monera. So kingdom Monera contains prokaryotic organism. Okay അല്ലേ? ഇനി അടുത്തത് പറയുന്നത് അവരുടെ സെൽ വോളിനെ കുറിച്ചാണ്. സെൽ വോൾ എന്ന് പറയുമ്പോൾ സെൽ വോൾ ഈസ് പ്രസന്റ് in some organism. You can see here in the kingdom Monera, cell wall is present, and in the kingdom Protista, present in some. That means cell wall is present in some of the Protista. Then in the case of fungus, it is present. In the plant, it is present, but in the Animalia, it is absent. അപ്പോൾ കിങ്ഡം അനിമേലിയയിൽ മാത്രമാണ് സെൽ വോൾ
ഒട്ടും തന്നെ ഇല്ലാത്തത്. ദെൻ ഹിയർ കിങ്ഡം മൊണീറ എക്സാമ്പിൾ ഈസ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ കിങ്ഡം മൊണീറയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ബാക്ടീരിയ. So bacteria cell wall is made up of polysaccharides and amino acid. It is not made up of cellulose. നമുക്കറിയാം പ്ലാന്റ്സിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. സോ സെല്ലുലോസിക് സെൽ വോൾ ആണ് നോർമലി പ്ലാന്റ്സിന് കാണുന്നത്. എന്നാൽ ബാക്ടീരിയ പോലെയുള്ള കിങ്ഡം മൊണീറയിലെ ഓർഗാനിസത്തിന് കാണപ്പെടുന്നത് നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ആണ്, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. യു മേ ഹിയർ ആഫ്റ്റർവേർഡ്സ് പെപ്റ്റിഡോഗ്ലൈക്കൻ. നമ്മൾ സാധാരണ അതിനെ വിളിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നാണ്. ഓക്കെ, സോ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന സെൽ വോൾ ആണ് ഇതിൽ പ്രസന്റ് ആയിട്ടുള്ളത്, കിങ്ഡം മൊണീറയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ വാട്ട് അബൌട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റ? ഐ ടോൾ പ്രസന്റ് ഇൻ സം. അതായത് ചില പ്രൊട്ടിസ്റ്റ മെമ്പേഴ്സിന് മാത്രമേ സെൽ വോൾ ഉള്ളൂ. നെക്സ്റ്റ് കിങ്ഡം ഫഞ്ച, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹിയർ ദ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് സം അതർ പോളിസാക്കറൈഡ്. അപ്പൊ കൈറ്റിൻ സെൽ വോൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? ഏത് കിങ്ഡം ആണ്? കിങ്ഡം ഫഞ്ചയാണ്. നെക്സ്റ്റ് കിങ്ഡം പ്ലാന്റ്, ആസ് യു നോ, it is made up of cellulose, and in the kingdom animalia it is absent. Next, here considering about the nuclear membrane. You know, prokaryotic organism എന്ന് പറഞ്ഞാൽ they do not have well defined nucleus. അപ്പോൾ അവർക്ക് nuclear membrane കാണുമോ? No. So that here nuclear membrane is absent only in the kingdom Monera, but in all other protista, fungus, പ്ലാന്റ് ആൻഡ് അനിമേലിയ, ഇൻ ഓൾ ദീസ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അപ്പോൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ മാത്രമാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ബോഡി ഓർഗനൈസേഷൻ ആണ്. ഹിയർ കിങ്ഡം മൊണീറ സെല്ലുലാർ, കിങ്ഡം പ്രൊട്ടിസ്റ്റ ഓൾസോ സെല്ലുലാർ. ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദീസ് ആർ യൂണിസെല്ലുലാർ. യൂണിസെല്ലുലാർ മീൻസ് കിങ്ഡം മൊണീറയിലും കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുമുള്ള എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബോഡി എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ഹൗ ഇറ്റ് ഡിഫർ? ഇതും യൂണിസെല്ലുലാർ ആണ്, ഇതും യൂണിസെല്ലുലാർ ആണ്. സോ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കിങ്ഡം മൊണീറ ആൻഡ് പ്രൊട്ടിസ്റ്റ? യെസ്, കിങ്ഡം മൊണീറ ഈസ് പ്രൊകാരിയോട്സ് ആൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ഈസ് യൂകാരിയോട്ട്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ യൂണിസെല്ലുലാർ പ്രൊകാരിയോട്സ് കംസ് അണ്ടർ കിങ്ഡം മൊണീറ, and unicellular eukaryotic organisms comes under kingdom protista. Now I hope you got it. And fungus, അത് മൾട്ടി സെല്ലുലാർ ലെവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ഫോംസിലായിരിക്കാം. കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അത് ടിഷ്യൂ ലെവലും ഓർഗൻ ലെവലും ഓർഗൻ സിസ്റ്റം ലെവലും ഒക്കെ ആയിട്ട് ബോഡി ഓർഗനൈസേഷൻ കാണാം. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ രണ്ടെണ്ണമാണ്. കിങ്ഡം മൊണീറയിൽ യൂണിസെല്ലുലാർ ബട്ട് പ്രോകാരിയോട്ടിക്, ആൻഡ് ഇൻ ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ യൂണിസെല്ലുലാർ ബട്ട് യൂകാരിയോട്ടിക്. Then in the next case, mode of nutrition. This is the another criteria, mode of nutrition. ഇവിടെ പറയുന്ന ടേംസ് ഓട്ടോട്രോഫിക് ആയിരിക്കാം, ഹെട്രോട്രോഫിക് ആയിരിക്കാം. അതായത് കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സ് ഓട്ടോട്രോഫിക്കുമായിരിക്കാം, ഹെട്രോട്രോഫിക്കും ആയിരിക്കാം. ഓട്ടോട്രോഫിക് മീൻസ് the organisms which prepare their own food are called autotrophs. ആ autotrophs photosynthetic ആണെന്ന് പറഞ്ഞാൽ they prepare their food by the process of photosynthesis. And what is meant by chemosynthetic? They are using some chemicals for the preparation of food. അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കും കീമോസിന്തറ്റിക്. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഫോട്ടോസിന്തറ്റിക് ആയാലും കീമോസിന്തറ്റിക് ആയാലും they prepare their own food so that they comes under autotrophs. എന്നാൽ which organisms depend on other organism for their food? That are called heterotrophic. അതിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. സാപ്രോഫൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ്. എന്താണ് സാപ്രോഫൈറ്റ്സ്? Saprophytes are the organisms which derive their food from dead and decayed matter. Dead and decayed matter നിന്നാണ് അവർ ഫുഡ് ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ, അവർ നേടിയെടുക്കുന്നതെങ്കിൽ they are called saprophytes. But what are parasites? പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ജീവിക്കുകയും അവരിൽ നിന്ന് ഡയറക്റ്റ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഫുഡ്, otherwise in the form of nutrients they absorbs. Okay, so here they are not at all preparing their food and they depend on any other organisms for their food. They suck or they absorbs the nutrients from the host body. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കിങ്ഡം മൊണീറയിൽ ഹെട്രോട്രോഫ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓട്ടോട്രോഫ്സ് ഉണ്ടായിരിക്കും. എന്നാൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ
അതുപോലെ തന്നെ ഓട്ടോട്രോഫ്സ് ഉണ്ടായിരിക്കും, ഹെട്രോട്രോഫ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിൽ യുഗ്ലീന എന്നുള്ള ഒരു മെമ്പറിനെ പഠിക്കും. ദേ വിൽ ബി ഓട്ടോട്രോഫിക് വെൻ ദ സൺലൈറ്റ് ഗെറ്റ്സ് ആൻഡ് ദേ വിൽ ബി ഹെട്രോട്രോഫിക് വെൻ ദ സൺലൈറ്റ് ഈസ് ആബ്സെന്റ്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓട്ടോട്രോഫിക്കും സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ഹെട്രോട്രോഫിക്കുമായിട്ടുള്ള ചില മെമ്പേഴ്സ് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉണ്ട്. ദെൻ കിങ്ഡം ഫഞ്ചൈ വിൽ ബി ഓൾവേസ് ഹെറ്റിറോട്രോഫിക്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കിങ്ഡം മൊണീറയും പ്രൊട്ടിസ്റ്റയും ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും ഉണ്ടായിരുന്നുവെങ്കിലും കിങ്ഡം ഫഞ്ചൈ വിൽ ബി ഓൾവേസ് ഹെട്രോട്രോഫിക്. അതുപോലെ തന്നെയാണ് കിങ്ഡം അനിമേലിയും. അപ്പോൾ കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം അനിമേലിയ, ഈ ബോത്ത് കിങ്ഡം മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി heterotrophic organisms, but the kingdom plant they will be always autotrophic. I hope you understood. ആദ്യത്തെ രണ്ട് കിങ്ഡം, കിങ്ഡം മൊണീറ ആൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ include both autotrophic and heterotrophic. ഫംഗസും അനിമേലിയും ആണെങ്കിൽ heterotrophic മാത്രമാണുള്ളത്, പ്ലാന്റ് ആണെങ്കിൽ autotrophic മാത്രമാണുള്ളത്. So now you got some idea about 5 kingdom classification which is proposed by R.H. Whittaker, and in the next session we will discuss about kingdom Monera. Thank you.